ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നത്. ഇന്നലെ എത്തി. ഞങ്ങൾ രാവിലെ തന്നെ അവിടെ തിരുവിഴ അമ്പലം, അത് ഭയങ്കര പ്രശസ്തി കേട്ടൊരു അമ്പലമാണ് കേട്ടോ. അതായത് നമുക്ക് എന്തെങ്കിലും കൈവശബാധ അങ്ങനെയൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങൾ മാറും എന്നും പറഞ്ഞിട്ട് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു, സൺഡേ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ തൊഴുതിറങ്ങി. ഞങ്ങളിതാ രണ്ടുപേരും കൂടെ ഞങ്ങൾ അടുത്തൊരമ്പലം, അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു വനദുർഗാ ദേവി ക്ഷേത്രം കൂടിയുണ്ട്. അപ്പം എന്നാൽ അവിടെ കൂടെ പോകാം. കുട്ടികളാരും എണീറ്റിട്ടില്ല, രാവിലെ സമയമല്ലേ, ഞങ്ങൾ രണ്ടാളെ പോകുന്നുള്ളൂ. അപ്പോൾ അവിടെയും കൂടെ തൊഴുതിട്ട് പോവാ ഹൈവേയിലേക്ക് ഞങ്ങൾ കയറി കേട്ടോ. ഞങ്ങൾ ആ അമ്പലത്തിലേക്കും കൂടെ പോവുകയാണ്. പോയിട്ട് തൊഴുതിട്ട് നമുക്ക് പതുക്കെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ ആ അമ്പലത്തിലെത്തി. ഇതാണ് ആ വനദുർഗാ ദേവി ക്ഷേത്രം. അതൊക്കെ ഈ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെ ഞങ്ങൾ തൊഴാനായിട്ട് വന്നു. ഞാൻ ഈ അമ്പലത്തിൽ വന്നിട്ടില്ല, അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് തൊഴാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ആ ഒരു ചുറ്റുപാടൊക്കെയാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിൻ്റെ മണ്ണ് കണ്ടോ, നമ്മുടെ നാട്ടിലത്തെ മണ്ണല്ല കേട്ടോ, ഒരു പ്രത്യേകതയുണ്ട്. അമ്പലത്തിൽ വന്നു തൊഴുതു. രാവിലെ സമയമായ കാരണം നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. നേരം വെളുക്കാത്തൊരു ടൈം ആയതുകൊണ്ട്. എന്നിട്ട് ഞങ്ങൾ ആ മണ്ണിൽ കുറച്ച് നേരം ഇങ്ങനെ കാല് വെച്ച് കളിച്ചു കേട്ടോ. മണ്ണ് നല്ല രസമില്ലേ, അത് പഞ്ചസാരത്തരി പോലെ നമ്മുടെ പാടങ്ങനെ പതിയുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെയൊക്കെ നടന്നു കേട്ടോ. രസമല്ലേ കാണാൻ. ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ ഈ മണ്ണില്ല കേട്ടോ. ഇത് നല്ലൊരു രസമാണ് നമുക്ക് നടക്കുമ്പോൾ. എന്തോ ഒരു കാലിലെന്തോ ഒരു മസാജിങ് പോലെ രസമുണ്ട്. ഞങ്ങളത് കഴിഞ്ഞത് അവളുടെ വീട്ടിലെത്തി. തിരികെ അവിടുന്ന് തൊഴുത് കഴിഞ്ഞ് വീട്ടിലെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനിയിപ്പോൾ ഇന്ന് കുറച്ച് പ്രോഗ്രാംസൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഇനി അവിടെ കുട്ടികളും എല്ലാവരും എണീറ്റിട്ടുണ്ടാവും. അവളുടെ ഹസ്ബൻഡും കുട്ടികളും, പിന്നെ എൻ്റെ അമ്മ അവിടെ വന്നിട്ടുണ്ട്, അവരൊക്കെ അവിടെ ഉണ്ട്. അപ്പോഴേക്കും ഞങ്ങൾക്ക് പാല് വാങ്ങണമായിരുന്നു കേട്ടോ. ചായ വയ്ക്കാനായിട്ട് പാല് വാങ്ങണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു കവർ പാലും കൂടെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ അവളുടെ ഒരു നിക്കിയുണ്ട് കേട്ടോ. നിക്കിയാണേ അത്. അതിനെ തുറന്നു വിടും. ഇപ്പം ഞങ്ങളുള്ളത് കൊണ്ട് അതിനെ തൽക്കാലം ഒരു കൂട്ടിലാക്കി ഇട്ടേക്കുവാണ്. നിക്കി എന്നെ കണ്ടപ്പോൾ ബഹളം വെക്കുക കേട്ടോ. നല്ല ക്യൂട്ടാ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഞങ്ങൾ ചായ ഉണ്ടാക്കട്ടെ.